ഗുഡ് മോർണിംഗ് ഗൈസ്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം ഈവനിങ് ആയിരിക്കാം, നൈറ്റൊക്കെ ആയിരിക്കാം കേട്ടോ. എങ്കിൽ പോലും ഇന്നും ആസ് യൂഷ്വൽ സെയിം റുട്ടീൻ തന്നെയൊക്കെയാണ്. ചെറിയ രീതിയിലുള്ള ചോറും കറികളൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹെസമോൾ ഇതുവരെ ഉറക്കം എണീറ്റിട്ടില്ല കേട്ടോ. നമുക്കൊന്ന് എണീപ്പിച്ചാലോ? നല്ല ഉറക്കമാണ്. ഹെസമോളെ, ഹെസാ ഉണ്ടോ? നല്ല അടിപൊളിയായിട്ട് ഇറങ്ങുന്നു. മകളെ, സമയം എത്രയെന്ന് അറിയാവോ? സമയം എത്രയെന്ന് വല്ല അറിയാവോ? ഇന്ന് എണീറ്റേ. സമയം 10 മണി. വന്നേന്നേ. എടി എണീക്കുന്നേ, എടി എണീക്കുന്നടി. നമ്മളും ഇങ്ങനൊക്കെ തന്നെയല്ലായിരുന്നോ ചെറുപ്പത്തില്? മമ്മി വന്ന്, ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, മമ്മി വന്ന് എന്നെ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒന്നും കൂടെ പുതച്ച് മൂടി അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ലാസ്റ്റ് വേണമെങ്കിൽ പച്ചവെള്ളം കോരി ഒഴിച്ചിട്ടൊക്കെ ആയിരിക്കും എണീക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് 2 വയസ്സുള്ള കൊച്ചിൻ്റെ അവസ്ഥ എന്താ പറയണോ? പാവം മോനെ, നീ ഉറങ്ങിക്കോടി. നല്ല അമ്മാലെ. നമ്മളങ്ങനെ പല്ല് തേച്ചാൻ പോവാ. പല്ല് തേക്കാൻ ബ്രഷ് ചെയ്യണ്ടേ? നമ്മള് അങ്ങനെ പല്ല് തേക്കാൻ പോവാണ്. വാടാ, നമ്മള് പല്ല് തേക്കണം വാടാ. പിന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചാലോ അമ്മ ഫോണ്? ഇങ്ങനെ വെച്ചാലോ? ആ കല എന്നിട്ട് കെച്ചമോള് പല്ല് തേക്കണം. പല്ല് തേക്കാൻ പോവാണേ, ജസ്റ്റ് ബ്രഷ് ചെയ്യാൻ പോവാണേ. അമ്മയുടെ പൊന്ന് ബ്രഷ് ചെയ്ത് കാണിച്ചേ. ബ്രഷ് ചെയ്ത് കാണിക്കേ. കണ്ടോ നമ്മള് ബ്രഷ് ചെയ്യുന്നേ? പല്ല് തേച്ചിട്ട് വരാവേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കസമോക്ക് കൊടുക്കുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പയ്യെ പോകാൻ വേണ്ടി സമയമായി അല്ലേ കസമോളെ? നമ്മൾ ഉച്ചയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നമ്മുടെ ടൈമൊക്കെ എങ്ങനെയല്ലേ? കടന്നുറങ്ങിയപ്പോൾ തന്നെ ഇന്നലെ എത്ര മണിക്കാണ് കടന്നുറങ്ങിയെന്ന് അറിയാവോ കസമോള്? 1 മണി കഴിഞ്ഞു. ആ, എന്റെ ഉറക്കം വന്നിണ്ടായിരുന്നില്ല? ഇല്ല അച്ചോയേ. അങ്ങനെ പിന്നെ വേറെ എന്നുണ്ട് വിശേഷം കശമോളെ? കശമോക്ക് വേറെ എന്നുണ്ട് വിശേഷം? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി 2 പേരും റെഡിയായി. അമ്മ ഹോസ്പിറ്റലും മോള് ഡേ കെയറിലും പോവാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ അല്ലേ? അങ്ങനെ ഞങ്ങള് പോയിട്ട് വരാം. ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ പറഞ്ഞേരെ. എന്നാ പോയിട്ട് വരാം.